നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് നമ്മളിലെ ആറാം ഇന്ദ്രിയത്തെ ഉണർത്തുക എന്നുള്ളത്. ആറാം ഇന്ദ്രിയം എന്താണ് എന്നുള്ളതും എങ്ങനെയാണ് അത് ഉണർത്താൻ നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും, അതുപോലെ തന്നെ ആറാം ഇന്ദ്രിയം ഉണർന്നു കഴിഞ്ഞാൽ എന്തെല്ലാം സാധ്യതകൾ ഒരു വ്യക്തിയിൽ സംഭവിക്കും, എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും, അതുകൊണ്ട് എന്തെല്ലാമാണ് ഗുണങ്ങൾ, പ്രയോജനങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ വിശദീകരിച്ചിരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ വീഡിയോ ഇതിനോടകം കണ്ടിട്ടില്ല എങ്കിൽ ദയവായിട്ട് അതൊന്ന് കണ്ടതിന് ശേഷം ഇത് കാണുക. അതിൻ്റെ ലിങ്ക് മുകളിൽ ഐ ബോക്സിൽ കൊടുത്തേക്കാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. നമ്മൾ വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കി, ആറാം ഇന്ദ്രിയം എന്ന് സാധാരണഗതിയിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സിൻ്റെ പരമാവധി സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പരിശീലന പരിപാടിയിലൂടെ സംഭവിപ്പിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മനസ്സിൻ്റെ പരമാവധി സാധ്യതകളെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രാഥമികമായിട്ട് ചെയ്യാവുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അതിൻ്റെ പരമാവധി പ്രവർത്തനശേഷിയിലേക്ക്, അതിൻ്റെ ഏറ്റവും ഉചിതമായിട്ടുള്ള ഏറ്റവും പീക്ക് ലെവലിലുള്ള ഒരു പ്രവർത്തനശേഷി കൈവരിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാം അല്ലെങ്കിൽ ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രകൃതിയിൽ നിന്ന് ധാരാളം അകന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ വിധത്തിലും. ഏറ്റവും ചുരുങ്ങിയ പക്ഷം പറഞ്ഞാൽ കുറച്ചു കാലം മുൻപ് വരെ നമ്മൾ പാദരക്ഷകൾ ഉപയോഗിക്കാതെ വെറും നിലങ്ങളിൽ നടന്നു, വെറും തറയിൽ പാടത്തുകൂടെയും പറമ്പിലൂടെയും എല്ലാം നമ്മൾ ധാരാളം നടന്നിരുന്നു. പക്ഷെ ഇന്നത്തെ കാര്യം അങ്ങനെയില്ല. ഇന്നത്തെ കുഞ്ഞുങ്ങൾ പോലും അവർ മണ്ണിൽ കളിക്കാൻ പോകുമ്പോൾ പാരൻസ് പൊതുവിൽ പറയാറുണ്ട്, മണ്ണിൽ കളിക്കണ്ട, അതിൽ അണുക്കളും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ചൊറി വരും, മറ്റു കാര്യങ്ങൾ വരും, ഇതെല്ലാം പറഞ്ഞ് അവരെ പോലും നിരുത്സാഹപ്പെടുത്തുകയാണ്. എൻ്റെ മകള് കുറച്ച് ചെറുതായിരുന്ന സമയത്ത് അവളോടൊരിക്കൽ ഞാൻ ഈ മണ്ണിലെ കളിയെക്കുറിച്ച് പറഞ്ഞ സമയത്ത് അവൾ പറഞ്ഞ വെച്ചാൽ അതിലെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉണ്ട്, അത് നമ്മുടെ സ്കിന്നിനും ഒക്കെ ദോഷം ചെയ്യും, മറ്റു പല അസ്വസ്ഥതകളും ഉണ്ടാവും, ഇൻഫെക്ഷൻ ഉണ്ടാകും എന്നെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്. അപ്പൊ കുട്ടികൾ പോലും മറ്റൊരു വിധത്തിലാണ്, അതൊന്നും ഇല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ 15-20 വർഷം മുൻപ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥിതികളല്ല ഇപ്പോൾ ഉള്ളത്. മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകും, അതിനെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി പ്രകൃതിയുമായിട്ട് എത്രമാത്രം അടുത്ത് ഇടപഴകാൻ സാധിക്കുമോ അത്രമാത്രം ഇടപഴകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഒന്ന് ചെയ്യേണ്ടത്. അത് ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് വരാം, എങ്ങനെയൊക്കെയാണ് ഏതെല്ലാം വിധത്തിൽ എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. പക്ഷേ അതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ള വിധത്തിൽ പറയാൻ തോന്നുന്നത് കൃത്യമായിട്ടുള്ള ഒരു സമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുക എന്നുള്ളതാണ്. അതും കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വ്യക്തികളെ നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യം തന്നെ എടുത്ത് നോക്കിയാൽ മതി, കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. രാത്രി ഒരു 9 മണി 9:30 ഉള്ളിൽ ഉറങ്ങുക. ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിലൊക്കെ അതിൽ നേരത്തെ ഉറങ്ങുന്നതൊക്കെ എനിക്കറിയാം. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ സാധാരണഗതിയിൽ സന്ധ്യയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉറക്കത്തിലേക്ക് പോവുക എന്നുള്ളത് അന്നത്തേക്ക് ഒരു രീതിയായിരുന്നു. ഇന്നൊക്കെ അതിലൊന്നും ഒരുപാട് മാറ്റം വന്നു. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു 9 മണിയോ 9:30 ഒക്കെ ഉറങ്ങിയിട്ട് രാവിലെ 5 മണിക്കോ അല്ലെങ്കിൽ 5:30 6 മണിക്കോ എങ്കിലും ഉണർന്നിരുന്ന ഒരു തലമുറ ഇപ്പോൾ അന്യം നിന്നതുപോലെയാണ് തോന്നുന്നത്. ഉണ്ടാകില്ല എന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ എങ്കിലും സാധാരണഗതിയിൽ അത് കുറവ് തന്നെയാണ്. ഇപ്പോൾ പൊതുവിൽ സംഭവിക്കുന്ന, പ്രത്യേകിച്ച് ന്യൂജനിടയിലൊക്കെ സംഭവിക്കുന്നത്, രാത്രി വളരെ വൈകി മാത്രം ഉറങ്ങുകയും രാവിലെ അതുപോലെ തന്നെ വൈകി ഉണരുകയും ചെയ്യുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മറ്റ് സാഹചര്യങ്ങളും എല്ലാം അതിന് അനുകൂലമായിട്ടുള്ള രീതികളാണ് പിന്തുടരുന്നത്. നമുക്കറിയാം, മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലും എല്ലാം മിഡ് നൈറ്റ് സെയിൽ, അതുപോലെ രാത്രി ഉണർന്നിരിക്കുന്ന നഗരങ്ങൾ, അതൊരു സംസ്കാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്തു തന്നെ ആയാലും ഇതെല്ലാം ഒരു ഒരു വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിൽ വ്യതിയാനങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. അതായത് പലപ്പോഴും ചോദിക്കാറുണ്ട്, 4 മണിക്കൂർ ഉറങ്ങിയാൽ പോരെ, അല്ലെങ്കിൽ 6 മണിക്കൂർ ഉറങ്ങിയാൽ പോരെ, 8 മണിക്കൂർ ഉറങ്ങിയാൽ പോരെ എന്നെല്ലാം ചോദിക്കാറുണ്ട്. മതി. പക്ഷെ എങ്കിൽ പോലും പ്രകൃതിക്ക് ഒരു താളമുണ്ട്. പ്രകൃതിയുടെ എല്ലാ ചലനങ്ങൾക്കും എല്ലാ രീതികൾക്കും കൃത്യമായിട്ട് ഒരു താളമുണ്ട്. പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളെ ഏതിനെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്കറിയാം, അവ കൃത്യമായിട്ടൊരു സമയത്ത് ഉണരുകയും ഉറങ്ങുകയും എല്ലാം ചെയ്യുന്നുണ്ട്.
അതിൽ നിന്ന് വ്യത്യസ്തരായിരിക്കുന്ന ഒരു വിഭാഗം, ചിലപ്പോൾ ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും വിഭാഗം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഒരേ ഒരു വിഭാഗമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യർ മാത്രമാണ്. അപ്പോൾ പ്രകൃതിയുടെ ഈ താളാത്മതയ്ക്ക് എതിരായിട്ട് അല്ലെങ്കിൽ വിരുദ്ധമായിട്ട് ഉള്ള ജീവിത രീതി തീർച്ചയായിട്ടും വ്യക്തികളിൽ ചില അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. നിങ്ങൾക്കറിയാം, ഈ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൈവറ്റ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളായാലും ശരി, ഗവൺമെൻറ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും ശരി, അവർക്ക് സാലറി സാധാരണ ഉള്ളവരെക്കാൾ വളരെ കൂടുതലാണ്. അതിന് കാരണം അവരെ ആരോഗ്യത്തെ പരിഗണിക്കാതെയാണ് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ഒരു റിസ്ക് അലവൻസും കൂടി, അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇൻസെൻറ്റീവും കൂടി ചേർത്തിട്ടാണ് അവരുടെ സാലറി എല്ലാം താരതമ്യേന കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വളരെ സിമ്പിളി നമുക്കറിയാൻ പറ്റുന്ന കാര്യം, ഒരു പക്ഷേ രാത്രി ഒരു ദിവസം ഉറങ്ങാൻ സാധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ പതിവിൽ നിന്നും വളരെ ലേറ്റായിട്ട് മാത്രം ഉറങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പകൽ ഉറങ്ങിയാൽ മാത്രം ചിലപ്പോൾ മതിയാവില്ല. നമുക്ക് ഉറക്കം മതിയാവാത്ത ഒരു അവസ്ഥ വരും. ചിലപ്പോൾ 2-3 ദിവസം ഒക്കെ എടുത്തിട്ടായിരിക്കും, ഉറങ്ങിയിട്ടായിരിക്കാം നമുക്കതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ക്ഷീണം മാറി സാധാരണ അവസ്ഥയിലേക്ക് വരുന്നത്, അല്ലെ? അത് പ്രകൃതിയുടെ ആ താളാത്മകതയിൽ നിന്നും വിരുദ്ധമായിട്ട് നമ്മൾ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാവുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് നമ്മുടെ ഉറക്കം കൃത്യമായിട്ട് ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഉറക്കം കൃത്യമായിട്ട് ക്രമീകരിച്ചുകൊണ്ട് പ്രകൃതിയുടെ താളാത്മതയ്ക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ആ ഒഴുക്കിന് ഒപ്പം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം, ഒരു ഒഴുക്കിനെതിരെ നീന്തുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഊർജം കൂടുതൽ വേണ്ടി വരുന്നുണ്ട്. അതേസമയം ഒഴുക്കിന് ആനുപാതികമായിട്ടാണ് എങ്കിൽ അത്രമാത്രം ഊർജം കുറവ് മതിയാകും. അതുകൊണ്ട് തന്നെ ആ ഊർജം സ്വാഭാവികമായിട്ട് നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താനും സാധിക്കും. അപ്പോൾ ഇവിടെ ഉറക്കം എന്ന് പറയുന്ന ഒരു ഘടകത്തെ പ്രകൃതിക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് ജോലി ചെയ്യുന്നവരായാലും ശരി, ഏത് ജീവിത സാഹചര്യത്തിൽ ജീവിക്കുന്നവരായാലും ശരി, ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമുക്ക് ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട്. ആരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരികവും മാനസികവും വൈകാരികവും ഒക്കെ ആയിട്ടുള്ള ആരോഗ്യം വേണം, അല്ലേ? അപ്പോൾ മറ്റെന്തുണ്ടെങ്കിലും ശരി, മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും ശരി, നമുക്കത് ആസ്വദിക്കാനുള്ള ആരോഗ്യമില്ല എങ്കിൽ പിന്നെ എന്തൊക്കെ ഉണ്ടായിട്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഉറക്കം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശാരീരികവും മാനസികവും വൈകാരികവുമായിട്ടുള്ള ആരോഗ്യത്തിൻ്റെ അടിസ്ഥാന ഘടകം തന്നെയാണ്. അത് കൃത്യമായിട്ട് ക്രമീകരിക്കുക. കഴിയുന്നിടത്തോളം എനിക്ക് തോന്നുന്നു 9 മണിയോ 8:30 ഒന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും കഴിയുമെങ്കിൽ ഒരു 10 മണിക്കെങ്കിലും ഉറങ്ങുകയും ഏറ്റവും ചുരുങ്ങിയത് ഒരു 6 മണിക്കെങ്കിലും ഉണരാൻ ശ്രമിക്കുകയും ചെയ്യുക. ഉണരാൻ ശ്രമിക്കുക എന്നല്ല, ഉണരുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉണർന്നിട്ട് എന്ത് വേണമെന്നുള്ളത് ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ദൈർഘ്യം കൂടി പോകും. അപ്പോൾ പ്രകൃതിയുടെ താളത്തിനൊത്ത് നീങ്ങിയാൽ തന്നെ നമ്മുടെ ഒരുപാട് നമ്മളിൽ മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു ചെടിച്ചട്ടിയിൽ നട്ടിരിക്കുന്ന ഒരു ചെടിയും വെറും നിലത്ത് നട്ടിരിക്കുന്ന ഒരു ചെടിയും ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. വെറും നിലത്ത് നട്ടിരിക്കുന്ന ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിന് പ്രത്യേകിച്ച് പരിപാലനങ്ങൾ ഒന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് കൊടുത്തിട്ടില്ല എങ്കിൽ പോലും അതങ്ങനെ അങ്ങ് വളർന്നോളും, അല്ലേ? പക്ഷേ ചെടിച്ചട്ടിയിൽ വളർത്തിയിരിക്കുന്ന ചെടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അതിന് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ, വളം ചെയ്തിട്ടില്ലെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ശുഷ്കിച്ചു പോകും. അപ്പോൾ ഇത് എല്ലാവർക്കും ബാധകം തന്നെയാണ്. പ്രകൃതിയുടെ കൃത്യമായിട്ടുള്ള സ്വാഭാവിക താളത്തിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ട് നമുക്ക് ഉറക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തൊരു വൈരുദ്ധ്യാത്മകതയാണല്ലേ ഉറക്കത്തിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത്. പക്ഷെ ചില കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ഇവിടെയും നമുക്കത് കൃത്യമായിട്ട് തുടങ്ങാം. നിങ്ങൾ അതിൽ ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സമയം, എനിക്ക് എത്ര മണിക്ക് ഉറങ്ങാൻ സാധിക്കും, അതുപോലെ രാവിലെ എത്ര മണിക്ക് ഉണരാൻ സാധിക്കും, ഇത് ഒന്ന് കമൻറ്റ് രൂപത്തിൽ ഒന്ന് രേഖപ്പെടുത്തും. നമുക്ക് നോക്കാം, ഇതൊരു കൂട്ടായ പ്രവർത്തനമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഒരേ പാതയിൽ ചരിക്കുന്നവരാണല്ലോ. അപ്പോൾ പരസ്പരം അറിയാനും പരസ്പരം പ്രചോദനമാകാനും ഒരുപക്ഷെ അത് സഹായകരമായിക്കോട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞു മിനിമം 6 മണിക്കെങ്കിലും എന്ന് പറഞ്ഞു. എന്തെങ്കിലും നിങ്ങൾ അതിന് മുൻപ് ഉണരുന്ന ആളുകളാണെങ്കിൽ വൈകിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏറ്റവും ചുരുങ്ങിയ പക്ഷം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങുകയാണ്. അപ്പോൾ ഈ അറിവ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. തുടർ വീഡിയോകൾ കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. വളരെ വ്യത്യസ്തമായ പുതിയ അറിവുകളുമായി വരുന്ന ആഴ്ച വീണ്ടും കെട്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.